നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ അവസ്ഥ ഇപ്പോൾ എന്താണ്, അതായത് റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ അവസ്ഥ, സിറ്റുവേഷൻ എന്താണ്, ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് എങ്ങനെ ഓവർകം ചെയ്യാം. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട്. നിങ്ങളുടെ ഒരു സിറ്റുവേഷനെ പറ്റിയിട്ട് ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ ലഭിക്കണമെന്നുണ്ടെങ്കിലും സൊല്യൂഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിലും, അതായത് റിലേഷൻഷിപ്പിൽ ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ്, അപ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഉള്ള ആ ഒരു കാര്യങ്ങൾ, അത് ആ ഒരു പ്രശ്ന പരിഹാരത്തിനൊക്കെ ആയിട്ട് പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പേഴ്സണൽ റീഡിംഗ് എടുക്കാനായിട്ടും പ്രശ്ന പരിഹാരത്തിനായിട്ട് പേഴ്സണൽ റീഡിംഗ് മാത്രമല്ല, നിങ്ങളുടെ എന്ത് പ്രശ്നമാണെങ്കിലും പ്രശ്നത്തിൻ്റെ പരിഹാരവും ചെയ്തു തരുന്നതാണ്. അതിനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് വലിച്ചു വെക്കാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക കേട്ടോ. നമുക്കിനി റീഡിങ്ങിലേക്ക് കടക്കാം. ഓം നമഃ ശിവായ. വന്നിരിക്കുന്ന കാർഡെല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ഹെയറോഫന്റ്, ടെമ്പറൻസ്, ഹൈ പ്രീസ്റ്റസ്, 3 of Wands, Ace of Swords, 10 of Cups, Queen of Pentacles, the Emperor, 2 of Cups, the Star card. നമുക്ക് റീഡിംഗ് നോക്കാം. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്കൊരു ഗൈഡൻസിൻ്റെ ആവശ്യമുണ്ടെന്നാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നതായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല, മുമ്പോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളിപ്പോൾ ഒന്നെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോവുക, അല്ലെങ്കിൽ ഒരു കൗൺസിലറിൻ്റെ അടുത്ത് പോവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള വിഷമം ആരുടെ അടുത്താണോ പറയാൻ സാധിക്കുന്നത് അവരുടെ അടുത്ത് തുറന്ന് പറയുക. ആരുടെ അടുത്താണോ നിങ്ങൾ പറയുന്നത് അവർക്ക് നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് തരാനും കെൽപ്പുള്ളവരായിരിക്കണം. നിങ്ങൾക്ക് ഒരു ഹീലിങ്ങിൻ്റെ ആവശ്യമുള്ളതായിട്ട് കാണുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ എല്ലാം ഒരു താളപ്പിഴയിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ബാലൻസ്ഡ് ആയിട്ടില്ല. എല്ലായിടത്തും ഓരോരോ പ്രശ്നങ്ങൾ. ഇപ്പോൾ നിങ്ങൾക്ക് ജോലി ഉണ്ടെങ്കിൽ ജോലി സ്ഥലത്ത് പ്രശ്നങ്ങൾ, വീട്ടിൽ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ട്, നിങ്ങൾക്ക് സ്വസ്ഥതയില്ല, മാനസിക പ്രശ്നം. ഇതിനെല്ലാത്തിൻ്റെ റീസൺ നിങ്ങളിപ്പോൾ ഒരു പ്രശ്നത്തിലാണെന്ന് പറഞ്ഞില്ലേ, ആ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമായിട്ട് കാണുന്നുണ്ട്. ഒന്നെങ്കിൽ ഫാമിലി റിലേറ്റഡ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് സംബന്ധിച്ച്. കുറേ പേര് ഇവിടെ ഫാമിലി ആയിട്ടുള്ളവരായിട്ടാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ കുറേ പേര് കല്യാണം കഴിക്കാനിരുന്നവർ, അല്ലെങ്കിൽ ഒന്ന് ന്യൂലി മാരീഡ് ആയിട്ടുള്ളവർ. നിങ്ങളുടെ ഇടയിലാണ് ഇവിടെ പ്രശ്നമുണ്ടായിരിക്കുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ആരെയൊക്കെയോ ഒരുപാട് വിശ്വസിച്ചു. ആദ്യമൊക്കെ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെയും നിങ്ങൾ ആ പ്രശ്നം മാറും, നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം ശരിയാകും, എല്ലാത്തിനും ഒരു പരിഹാരം കിട്ടും എന്നൊക്കെ കരുതി വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷേ നിങ്ങൾ ആരെയാണോ വിശ്വസിച്ചത് ആ ഒരു വിശ്വാസം, അതായത് നിങ്ങൾ ആരെയാണോ വിശ്വസിച്ചത് അവർ നിങ്ങളെ ചതിച്ചതായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും നിങ്ങൾ വെയിറ്റിങ്ങിലാണ്. നിങ്ങൾ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങളിപ്പോഴും നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ശരിയാകും എന്ന് കരുതി വെയിറ്റിംഗ് സ്റ്റേജിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ ആരെയൊക്കെയോ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നു. നിങ്ങൾ പുതിയൊരു പോസിറ്റീവ് ചേഞ്ചിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ശരിക്കും ഇങ്ങനെ ഇത്രയൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടെങ്കിലും നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്കൊരു മെൻ്റൽ ക്ലാരിറ്റി ഇതുവരെ കിട്ടിയിട്ടില്ല. പല കാര്യങ്ങളും നിങ്ങൾക്ക് അവ്യക്തമാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായി, എന്തുകൊണ്ട് നിങ്ങൾ സ്നേഹിച്ച ആ ഒരു വ്യക്തി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു, എന്താണ് നിങ്ങളുടെ ഇടയിൽ പ്രശ്നമുണ്ടായത് എന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് കയറി വന്ന പല വ്യക്തികളും, അത് സ്ത്രീയാവാം പുരുഷനാവാം, അവരാരും സത്യമായിരുന്നില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ചതിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെടുത്ത് സ്നേഹം കാണിച്ചവരെല്ലാം നിങ്ങളെ ചതിച്ചതായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റിയത്, എന്താണ് നിങ്ങൾ പ്രോപ്പറായിട്ടൊരു ഡിസിഷൻ എടുക്കാഞ്ഞത്,
ഇവിടെ നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ കുറ്റബോധം ഉള്ളതായിട്ടും കാണുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ, ഇപ്പോഴത്തെ അവസ്ഥയിൽ വന്ന് നിങ്ങൾ നിൽക്കാനുള്ള റീസൺ അത് നിങ്ങളുടെ പല തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നിങ്ങൾ ചിന്തിച്ച് ഓവർ തിങ്ക് ചെയ്യുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളെ അതായത് ഒരുപാട് പേർക്ക് നിങ്ങളെ തട്ടി ഉരുട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ നിന്ന് കൊടുത്തതായിട്ടും കാണുന്നുണ്ട്. നിങ്ങളെ വെച്ച് ഒരുപാട് പേര് പ്ലേ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അതൊന്നും അറിഞ്ഞിരുന്നില്ല. അതൊക്കെ അറിഞ്ഞു വന്നപ്പോഴത്തേക്ക് ഒരുപാട് സമയം വൈകിയതായിട്ടും കാണുന്നുണ്ട്. ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടാകണമെന്ന് കരുതി നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന വ്യക്തികളെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ശരിക്കും വേർപിരിഞ്ഞ് നിൽക്കുകയാണ്, ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് 2 പേര് ചേർന്ന്, അതായത് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട് 2 പേർ ചേർന്ന് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് സംസാരിച്ച് നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെക്കാൻ വേണ്ടിയിട്ട് കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നെങ്കിൽ അത് 2 സ്ത്രീകളാവാം, അല്ലെങ്കിൽ ഒരു സ്ത്രീയും പുരുഷനും ആവാം, അല്ലെങ്കിൽ 2 പുരുഷന്മാരാകാം. നിങ്ങളുടെ വ്യക്തിയുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഈ 2 പേര് പറയുന്നതെല്ലാം കേട്ട് ചിന്തിച്ച് ഇരിക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി ഇപ്പോഴൊന്നും ആക്ഷൻ എടുക്കുന്നില്ല. അതായത് നിങ്ങളടുത്ത് ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനാണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു വ്യക്തമായിട്ടുള്ളൊരു തീരുമാനം ഇതുവരെ നിങ്ങളുടെ വ്യക്തി എടുത്തതായിട്ട് കാണുന്നില്ല. അവരാലോചിച്ചിരിക്കുകയാണ്. അതായത് ഡെയിലി ഈ ഒരു വ്യക്തിക്ക് ഉപദേശം കിട്ടുന്നുണ്ട് ഈ 2 പേരിൽ നിന്ന്. അവർ ആ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ റിപ്പീറ്റഡ്ലി ആലോചിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ മെയിനായിട്ടും ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്കെതിരെ ആരോ ഇപ്പോഴും നിങ്ങൾ നശിക്കണമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന്. അവിടെ ആ ഒരു എനർജി നോക്കുകയാണെങ്കിൽ അതൊരു സ്ത്രീയുടെ എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു ക്രൂരമായിട്ടുള്ള ഒരു സ്ത്രീയാണ്. ഇവരുടെ ഫേസ് നോക്കുകയാണെങ്കിൽ ഒരു സാധാരണ ആൾക്കാർക്ക് ഒരു നിഷ്കളങ്കത തോന്നും. പക്ഷേ ഇവരുടെ കണ്ണും പുരുകവും ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്തൊക്കെ ഒരു ദുരൂഹത ഉള്ളതായിട്ട് മനസ്സിലാവും. അങ്ങനെ ഒരു സ്ത്രീ നിങ്ങളുടെ ലൈഫിൽ പ്രശ്നമുണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പിരിയാൻ വേണ്ടിയിട്ട് ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളുടെ വ്യക്തിയെ 2 പേര് ഉപദേശിക്കുന്നുണ്ട് എന്നുള്ളത്. ഈ 2 പേര് ഉപദേശിക്കുന്നത് കൂടാതാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ഒരു സ്ത്രീ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത്. ഇവർ എല്ലാവരും കൂടെ ഈ 2 പേർ, അതായത് ഈ 2 പേർ ഉപദേശിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അവർ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പിരിയാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ നെഗറ്റീവ് എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് അയക്കുന്നതായിട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. അത് ശരിക്കും ഒരു ആഭിചാരമായിട്ട് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഏതൊക്കെയോ ദുർമൂർത്തികൾക്ക് വെക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും വെച്ച് പ്രാർത്ഥിക്കുക, ചില കർമ്മങ്ങൾ ചെയ്യുക, അതൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കുറേ പേരുടെ ഫാമിലിയാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ ഫാമിലിയാണ് ഇത്ര ആൾക്കാർ ചേർന്ന് ഡിസ്ട്രോയ് ചെയ്തത് എന്ന് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഒരുപക്ഷെ ആദ്യമൊക്കെ നിങ്ങൾ വളരെ സന്തോഷമായിട്ട് ഭയങ്കര സന്തോഷമായിട്ടായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾക്കിപ്പോൾ പണം ഉണ്ടായാലും പണം ഇല്ലെങ്കിലും സുഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും നിങ്ങളുടെ ഇടയിൽ മാത്രം നിൽക്കുക. പുറത്തുള്ള വ്യക്തികളാരും നിങ്ങളുടെ പ്രശ്നത്തിൽ ആരും വന്നിട്ട് ഒരു രീതിയിൽ ഇടപെടൽ നടത്തുന്നില്ല. പക്ഷേ എന്നാണോ നിങ്ങളുടെ ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഫാമിലിയെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ മറ്റുള്ള വ്യക്തികളുടെ ചെവിയിലെത്തിയത്, അന്ന് തൊട്ടിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ പ്രശ്നമുണ്ടായത് എന്നും ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി നേരത്തെ നിങ്ങളുടെ അടുത്ത് ഭയങ്കര കൈൻഡായിരുന്നു. അതായത് ഭയങ്കര നല്ല സോഫ്റ്റായിട്ടായിരുന്നു ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങളെ ഒന്ന് വേദനിപ്പിക്കാൻ അവരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അഥവാ അവരുടെ വാക്കുകൾ കൊണ്ടിട്ടോ പ്രവർത്തികൾ കൊണ്ടിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് അവർ ഏതൊരറ്റം വരെയും പോയിക്കൊണ്ടിരുന്നവരായിരുന്നു. അതുകൊണ്ടിട്ടാണ് ആദ്യം ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ,
ആദ്യമൊക്കെ നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്ന ആ ഒരു പ്രശ്നത്തെ നിങ്ങൾ കാര്യമായിട്ട് എടുത്തില്ല. അത് ഹീലാവും, ആ ഒരു പ്രശ്നം സോൾവ് ആകുമെന്ന് വിചാരിച്ചു. നിങ്ങളുടെ വ്യക്തി ആദ്യമൊക്കെ നിങ്ങളുടെ അടുത്ത് കാണിച്ചിരുന്ന ആ ഒരു സ്നേഹത്തെ നിങ്ങൾ വിശ്വസിച്ചത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ആ ഒരു പ്രതീക്ഷയിലിരുന്നത്, ഈ ഒരു പ്രശ്നം സോൾവ് ആകുമെന്ന്. നിങ്ങളുടെ വ്യക്തിയിൽ നിങ്ങൾ എത്രത്തോളം വിശ്വാസമാണ് അർപ്പിച്ചിരിക്കുന്നത്, ആ ഒരു വിശ്വാസത്തിൻ്റെ മേലിലാണ് നിങ്ങളിപ്പോഴും ജീവിക്കുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതായത് നിങ്ങളുടെ ഉള്ളിലൊരു വിചാരമുണ്ട്, നിങ്ങളുടെ വ്യക്തി നിങ്ങളെ തേടി ഒരിക്കൽ വരുമെന്നുള്ളത്. ഇവിടെ ശരിക്കും നിങ്ങളുടെ ഇടയിൽ കയറി വന്ന വ്യക്തികൾ ആരാണോ അവരാണ് നിങ്ങളുടെ ഇടയിൽ പ്രശ്നമുണ്ടാക്കി നിങ്ങളെ ചീറ്റ് ചെയ്തത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകാൻ വേണ്ടിയിട്ടൊരു സ്ത്രീ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത്. ആ സ്ത്രീ മൂലം നിങ്ങൾക്കൊന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ശരീരവേദന അനുഭവപ്പെട്ടിട്ടുണ്ടാവാം, നിങ്ങളുടെ നെറ്റിയിൽ തലയിൽ നല്ല രീതിയിൽ വേദന അനുഭവപ്പെട്ടിട്ടുണ്ടാവാം, നിങ്ങളുടെ ചെവിയിൽ ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയോ ഒരു മൂളൽ കേൾക്കുന്നുണ്ടാവാം, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ റൂമിലാവട്ടെ അല്ലെങ്കിൽ കിടക്കുമ്പോഴാവട്ടെ, നിങ്ങളുടെ അടുത്ത് നിങ്ങളല്ലാണ്ട് മറ്റൊരു സാന്നിധ്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. അതായത് നിങ്ങളെ ആരോ പിന്തുടരുന്നുണ്ട്, ഏതോ ഒരു ഷാഡോ നിങ്ങളിലുണ്ട്. ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും. ഈ ഒരു അവസ്ഥയൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം വ്യക്തമാക്കുക, ഈ പറഞ്ഞ സ്ത്രീ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ഈ ബ്ലാക്ക് മാജിക്കും, അതായത് നിങ്ങളുടെ ലൈഫിൻ്റെ ഇടയിൽ ഒരു ആഭിചാരവും നടന്നിട്ടുണ്ട്, നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പിരിയാൻ വേണ്ടിയിട്ട്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങളിപ്പോൾ ഒരു വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല, നിങ്ങളിപ്പോൾ ഓവർ തിങ്കിങ് ചെയ്യുന്നു, ഒന്നിനും ഒരു സന്തോഷമില്ല, നിങ്ങളുടെ ലൈഫിൽ വേണ്ടുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾ ചെയ്യുന്നില്ല. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾക്ക് തിങ്ക് ചെയ്യാം, നിങ്ങൾക്ക് ചിന്തിക്കാം, പക്ഷെ അതൊരിക്കലും ഓവർ തിങ്കിങ് ആവരുത്. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചിട്ട് ചിന്തിച്ച് ഒരു തീരുമാനം എടുക്കണമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. വളരെ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ച് തീരുമാനം എടുക്കാത്ത പക്ഷം നിങ്ങളുടെ ജീവിതം ഇപ്പോഴെങ്ങനെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കും ഇനിയും പോവുക. ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഇവിടെ യൂണിവേഴ്സ് പറഞ്ഞല്ലോ, നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല എന്ന്. നിങ്ങളിപ്പോഴും നിങ്ങളുടെ വ്യക്തിയെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. റീയൂണിയൻ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ എവിടെയൊക്കെയോ നിങ്ങൾക്ക് നെഗറ്റീവ് ചിന്തയുണ്ട്. ആ നെഗറ്റീവ് ചിന്ത ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പല പ്രശ്നങ്ങളുണ്ടാവുന്നത്. ചില കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ ഒരുപാട് കാര്യത്തിനെ കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നു. നിങ്ങളെടുത്ത പല തീരുമാനങ്ങളും തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ബ്ലെയിം ചെയ്യുന്നു. ഇതൊക്കെ നിങ്ങളുടെ ഈ ഒരു നെഗറ്റീവ് ചിന്ത കൊണ്ടിട്ട് വരുന്നതാണ്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, ഇത്രയും നാളും നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു നെഗറ്റീവ് ചിന്ത എന്താണോ അതെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കൂ. പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം. നിങ്ങൾ നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കുന്നത്. അതുപോലെ പോസിറ്റീവ് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ പോസിറ്റീവായിരിക്കും നടക്കുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ മാനസികപരമായിട്ട് നിങ്ങളാകെ ടയേർഡാണ്, ഒരുപാട് നെഗറ്റീവ് ചിന്തകളുണ്ട് എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ടല്ലോ. അപ്പം ഈ നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുമ്പോഴും നിങ്ങളുടെ നാവിൽ കൂടെയും നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമാണ് വരുന്നത്. നിങ്ങളുടെ കുറേ ആൾക്കാരുടെ അടുത്ത്, നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, റിലേറ്റീവ്സ് ആവാം, അവരുടെ അടുത്തൊക്കെ നിങ്ങളിപ്പോഴത്തെ ആ ഒരു സാഹചര്യം ഉണ്ടല്ലോ, നിങ്ങളുടെ സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷനെ ബേസ് ചെയ്ത് കുറേ ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ സങ്കടപ്പെടുന്നത് കൂടാതെ നിങ്ങളുടെ ഈ ഒരു സാഹചര്യത്തിനെക്കുറിച്ച് വളരെ മോശമായിട്ടും വളരെ നെഗറ്റീവായിട്ടും നിങ്ങൾ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ ഇത്രയൊക്കെ സംസാരിക്കുമ്പോഴും അത് തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം നിങ്ങളുടെ ഈ ഒരു റീഡിങ്ങിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, പ്രതീക്ഷയോടെ മുന്നോട്ട് ജീവിക്കുക. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് യൂണിവേഴ്സ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടെത്തിക്കും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഞാൻ നിങ്ങൾക്കൊരു റിച്വൽ തരാം വീഡിയോയുടെ അവസാനം. നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യം ഒരു ഗൈഡൻസ് ആണ്. നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു
ഒരു പകുതി, ഒരു 50% നിങ്ങൾക്ക് ഹീലിംഗ് സംഭവിക്കുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രശ്നം അനുഭവിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക, സമാധാനപ്പെടുക. നിങ്ങളുടെ പ്രശ്നത്തിനെല്ലാം പരിഹാരമുണ്ട്. അത് നിങ്ങൾ 100% വിശ്വാസത്തോടു കൂടി ജീവിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ റിലേഷൻഷിപ്പിൽ ബ്ലോക്കേജ് അനുഭവിക്കുന്നുണ്ട്, ഒരു സമാധാനവും സ്വസ്ഥതയും ഇല്ല, നിങ്ങൾക്കൊരു ഹീലിംഗ് വേണം, നിങ്ങളുടെ ആവശ്യം നടക്കണം, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് നിങ്ങൾക്ക് സമാധാനവും സന്തോഷവുമായിട്ടുള്ള ഒരു ജീവിതം വേണം, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ ലൈഫിൽ വരണം, നിങ്ങൾക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, മെസ്സേജ് അയയ്ക്കുക. നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് പരിഹാരവും ചെയ്തു തരുന്നതാണ്. പ്രശ്ന പരിഹാരത്തിനായിട്ട് നൽകുന്നത് കാര്യസിദ്ധി പൂജ, ഏലസ്, യന്ത്രങ്ങൾ, ബ്രേസ്ലെറ്റ്സ്, റിച്വൽസ്, പ്രേയേഴ്സ് ഇതൊക്കെയാണ്. നിങ്ങളുടെ ബ്ലോക്കേജ് എന്താണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നത്തിന് പെട്ടെന്ന് തന്നെ പരിഹാരം കിട്ടുന്നതായിരിക്കും. ഇത്രയും നാളും നിങ്ങളൊരു സന്തോഷം അനുഭവിച്ചിട്ടില്ല, നിങ്ങൾക്ക് ആ നഷ്ടപ്പെട്ടു പോയ സന്തോഷം തിരിച്ചു വേണം, നിങ്ങളുടെ വ്യക്തിയെ തിരിച്ചു വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങളുടെ വ്യക്തിയുടെ പേരും ഒക്കെ ഉപയോഗിച്ച് ചെയ്തു തരുന്നതാണ് നിങ്ങളുടെ പ്രശ്നത്തിനുള്ള പരിഹാരം. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം എന്ത് പ്രശ്നമാണോ ഉള്ളത് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഇനി ഒരിക്കലും ആ പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഫേസ് ചെയ്യാത്ത രീതിയിലായിരിക്കും പരിഹരിച്ച് തരുന്നത്. അതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഇനി ഞാൻ നിങ്ങൾക്കൊരു റിച്വൽ പറഞ്ഞുതരാം. ആ ഒരു റിച്വലിന് വേണ്ടുന്നത് ഒരു റോസാപ്പൂവ് മാത്രമാണ്. നിങ്ങൾ എടുക്കേണ്ട കളർ എന്ന് പറയുന്നത് ഒന്നുകിൽ റെഡ് അല്ലെങ്കിൽ പിങ്ക്. അപ്പോൾ നിങ്ങൾ ഒരു റോസാപ്പൂ എടുക്കുക. ഇത് നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ ആണ് ചെയ്യേണ്ടത്. ഓക്കെ, റോസാപ്പൂവിനെ എടുത്തതിന് ശേഷം നിങ്ങൾ ആ ഒരു റോസാപ്പൂവിനെ നോക്കിയതിന് ശേഷം നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പാണ്, ആ ഒരു റിലേഷൻഷിപ്പ് റീയൂണിയനാണ് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹമാണ് ആഗ്രഹിക്കുന്നത്, എന്തൊക്കെയാണോ ആ വ്യക്തിയിൽ നിന്നും ആഗ്രഹിക്കുന്നത് അതെല്ലാം പോസിറ്റീവായിട്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ചിട്ട് ആ ഒരു റോസാപ്പൂവിനോട് പറയുക. അതിനുശേഷം ആ റോസാപ്പൂവ് നിങ്ങളുടെ നെഞ്ചിനോട് ചേർത്ത് വെച്ച് ഒന്നുകൂടെ ഒന്ന് മാനിഫെസ്റ്റ് ചെയ്യുക. പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹം സാധിച്ചു കിട്ടുമ്പോൾ നിങ്ങളുടെ മുഖത്ത് എത്രത്തോളം സന്തോഷമാണോ വരുന്നത് ആ ഒരു സന്തോഷം കൊണ്ടുവരിക. അതിനുശേഷം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു സ്ത്രീയാണ് എന്നുണ്ടെങ്കിൽ ഈ റോസാപ്പൂവ് പറ്റുവാണെങ്കിൽ തലയിൽ വെച്ചിട്ട് കിടക്കുക. നിങ്ങളിപ്പോൾ ഒരാണാണ് എന്നുണ്ടെങ്കിൽ പില്ലോയുടെ അടിയിൽ ഈ റോസാപ്പൂവ് വെച്ചിട്ട് കിടക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് സ്ത്രീകൾക്കാണെങ്കിലും ഇതുപോലെ ചെയ്യാവുന്നതാണ്. തലയിൽ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അതുകൊണ്ടാണ് ആ ഒരു റോസാപ്പൂ അവിടെ തന്നെ ഇരുന്നോട്ടെ കേട്ടോ. നിങ്ങളത് എടുത്ത് കളയൊന്നും വേണ്ട. പിന്നെ ലെറ്റ് ഗോ ചെയ്യുക. ഡെയിലി ആ റോസാപ്പൂവിനെ എടുത്തിട്ട് ഈ കാര്യം പറയണമെന്നില്ല. നിങ്ങൾ കിടക്കുന്ന സമയത്ത് നിങ്ങൾ പോസിറ്റീവായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, ഈ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെ മൈൻഡിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് കിടന്നുറങ്ങുക. അതാണ് ഏറ്റവും ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണം, പരിഹാരം വേണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. നിങ്ങളുടെ പ്രശ്നത്തിന് 100% പരിഹാരം ചെയ്തു തരുന്നതാണ്. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻസായി രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.